ഈ രണ്ട് മുന്നണികൾ ഒഴിവാക്കിയും കൊണ്ട് ഒരു പുതിയ മുന്നണി വേണമെന്ന് എല്ലാവർക്കും ധാരണ. ചിലപ്പോൾ കോൺഗ്രസിന് സാധ്യതയുണ്ട്. എന്താ പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ഒരു വികസനവും ഇല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരു മാറ്റം വേണം, ആരെങ്കിലും മാറി വരണം, അതാണ് ആഗ്രഹം. മമ്മിക്കുട്ടി ജയിക്കാനാണ് സാധ്യത. അത് ഇടത് കോട്ടയായതുകൊണ്ട് മമ്മിക്കുട്ടി തന്നെ അവിടെ ജയിക്കും. മുൻ സർക്കാരിന്റെ വിലയിരുത്തലാവും ഈ ഇലക്ഷനിൽ. ഉറപ്പായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതൊന്നുമില്ല, ഈ പരസ്യം തന്നെ ഉള്ളൂ. ഇവിടെ ആരെ നിർത്തിയാലും LDF ആണ് ജയിക്കുക. പക്ഷെ ഈ പ്രാവശ്യം മാറ്റം വന്നേ തീരുള്ളൂ. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല. അവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ല. അത് നമ്മളെ ആൾക്കാരാ ചെയ്യുമ്പോഴാ വലുതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ എന്തായിരിക്കും വിധി എഴുതുക? ഇത്തവണ ഇവിടെ മത്സരിക്കുന്നത് CPM-ൽ നിന്നും സിറ്റിംഗ് MLA ആയ മാമിക്കുട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഹരിഗോവിന്ദനും BJP-യുടെ ശങ്കു ടി ദാസുമാണ്. BJP ഇപ്പോൾ 2ാം സ്ഥാനത്തെത്തുമെന്നും വികസനം മാറണമെന്നും ഭരണം മാറണമെന്നും ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ ഇവിടെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തു തന്നെയായാലും ഷൊർണൂരിലെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഷൊർണൂരിൽ ഇത്തവണ മത്സരിക്കുന്നത് മാമിക്കുട്ടിയും ഹരിഗോവിന്ദനും അതുപോലെ ശങ്കു ടി ദാസും. ആരായിരിക്കും ഇത്തവണ ജയിക്കുക? എൻ്റെ അഭിപ്രായത്തിൽ ശങ്കു ടി ദാസ് ജയിക്കും. അതിനുള്ള കാരണം എന്താണ്? ഇവിടെ CPM-ന്റെ സിറ്റിംഗ് പൊതുവെ എല്ലാവരും ഒരു ഭരണമാറ്റം ആവശ്യമായി വരുന്നുണ്ട്. ഈ രണ്ട് മുന്നണികൾ ഒഴിവാക്കിയും കൊണ്ട് ഒരു പുതിയ മുന്നണി വേണമെന്ന് എല്ലാവർക്കും ധാരണ. ആ നിലയ്ക്കാണ്. പിന്നെ കഴിവുള്ളൊരു വ്യക്തി അതുകൊണ്ട് എഡ്യൂക്കേഷനുണ്ട്. പൊതുവെ നമ്മൾ യൂട്യൂബിലൊക്കെ മൂപ്പരുടെ ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആ ഒരു നിലയ്ക്ക് മോദി ഗവൺമെൻറ് അവിടെ ഇരിക്കുകയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ശങ്കു ടി ദാസ് ജയിക്കുന്നത്. അതെ, ഇപ്പോഴത്തെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുരടിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ? പോരാ, റോഡ് പണി ഏറ്റവും ഉദാഹരണമാണ്. റോഡ് പണി എത്ര കാശ് ഈ റോഡിന് വേണ്ടി തന്നെ ചെലവാക്കിയിരിക്കുന്നത്. അതിനുള്ള യാതൊരു ഗുണം കണ്ടിട്ടില്ല. പോരാ, ഭരണം പോരാ. ഇത്തവണ ഇവിടെ മാമിക്കുട്ടി സിറ്റിംഗ് MLA മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്ഥാനാർത്ഥികൾ അല്ലാതെ മത്സരിക്കുന്നുണ്ട്. ആരായിരിക്കും വിജയിക്കുന്നത്? തുടർന്നും MLA ആവും എന്നാണ് പറയുന്നത്. നല്ല MLA ആയിരുന്നോ? ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എന്താണ്? നല്ല രീതിയിലൊക്കെ മൂപ്പര് ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്. എന്താണ് സന്തോഷം. മാമിക്കുട്ടി ജയിക്കും. മാമിക്കുട്ടി മത്സരിക്കുന്നുണ്ട്, ഹരിഗോവിന്ദൻ മത്സരിക്കുന്നുണ്ട്, അതുപോലെ ശങ്കു ടി ദാസ് മത്സരിക്കുന്നുണ്ട്. ആരായിരിക്കും വിജയിക്കുക? ശങ്കു ടി ദാസ് ചാൻസ് ഉണ്ട്. ആണല്ലേ? അപ്പൊ ഇടത് കോട്ടയായ ഈ മണ്ണിൽ ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് പറയുന്നത്. ചാൻസ് മാത്രം സാധ്യത, അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതൊന്നുമില്ല, ഈ പരസ്യം തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്നും നടക്കുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ ആർക്കൊപ്പമായിരിക്കും? It will be 90% it is expected by LDF because the group what they created here and the majority what they are doing for the people. It may be not for the full of society, but apart from the society or the development, they are connected highly with the people. So the people, how they are connected means whenever they are required, they are the first in to do the things. So that when that comes into their mind, automatically LDF will pick the account. But there is anti-incumbency. Anti-incumbency is there because I told you now, when you require a water, getting a glass of water is first part, and then they think about the other prime part. Now people are survived with that what they are getting as a water. So with that surveillance, you can take it because if there is an anti-incumbency, why they didn't lost it in their municipal elections. They got back. Yeah. They didn't have the majority, but still they make it up. ചേട്ടാ, ഇത്തവണ ഷൊർണൂരിൽ ആരായിരിക്കും വിജയിക്കുക? ഷൊർണൂർ LDF-ന്റെ മാറ്റം ഉണ്ടാവില്ല. ഒരു മാറ്റമില്ല. ഇടത് കോട്ടയാണോ ഇത്? ഇടത് കോട്ടയാണ്. ആണ്. എന്തുകൊണ്ടാണ് വിജയിക്കാൻ പോകുന്നത്? നല്ല വികസന പ്രവർത്തനങ്ങളായിരുന്നു. വികസനത്തിന്റെ കാര്യമില്ല, അത് അവര് ശക്തി കേന്ദ്രമാണ്. ശക്തി കേന്ദ്രമായതുകൊണ്ട് തന്നെ. എന്നാൽ മറ്റൊരു ഭരണം വരണം, മറ്റൊരാൾ MLA ആവണമെന്ന് ആഗ്രഹമുണ്ടോ? അതുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ നടക്കില്ല. അവിടെ ആണോ? അത് നടക്കില്ല. ഓക്കെ, അപ്പൊ 2ാം സ്ഥാനത്ത് ആരായിരിക്കും വരുന്നത്? 2ാം സ്ഥാനത്ത് 90% UDF വരാനാണ് ചാൻസ്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ BJP വന്നാലും വരാം. അതെ, അവരെ അത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്.
ആഗ്രഹമുണ്ട് ആഗ്രഹം ഒരു ഭരണം മാറണമെന്ന് മാറിയാലല്ലേ എല്ലാ ഇതുകളും അറിയുള്ളൂ. അതെ. ചേട്ടാ, ഷൊർണൂരിൽ ആരായിരിക്കും ഇത്തവണ വിജയിക്കുന്നത്? ഉറപ്പില്ല, എന്നാലും ചിലപ്പോൾ കോൺഗ്രസിന് സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഇത് പക്ഷേ ഒരു ഇടത് കോട്ടയാണല്ലോ. കഴിഞ്ഞ 3 തവണകളിലായി LDF MLA-മാരാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ആയിരിക്കും. ഇവിടെ വികസനമൊന്നും നടക്കുന്നില്ലേ? കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ചിട്ട് നടന്നിട്ടില്ല, അത് കാരണമാണ്. എന്താ പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ഒരു വികസനവും ഇല്ല. ആ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരു മാറ്റം വേണം, ആരെങ്കിലും മാറി വരണം, അതാണ് ആഗ്രഹം. ആര് വരണമെന്നാണ് ആഗ്രഹം? ആര് വരണം പറഞ്ഞാൽ ഇവിടെ ആരെ നിർത്തിയാലും LDF ആണ് ജയിക്കുക. പക്ഷേ ഈ പ്രാവശ്യം ഒരു മാറ്റം വന്നേ തീരുള്ളൂ. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഈ ഷൊർണൂർ പ്രദേശത്തൊന്നും ചെയ്തിട്ടില്ല. വേറെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറുപ്പളശ്ശേരി ചെയ്തു, അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് വലിയൊരു ഇല്ല. അപ്പോൾ LDF-ന്റെ കാൻഡിഡേറ്റ് ജയിച്ചില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആരായിരിക്കും ജയിക്കുക? അപ്പോൾ കോൺഗ്രസ് വരാനാണ് സാധ്യത. മമ്മിക്കുട്ടി ജയിക്കാനാണ് സാധ്യത. അത് ഇടത് കോട്ട ആയതുകൊണ്ട് മമ്മിക്കുട്ടി തന്നെ അവിടെ ജയിക്കുള്ളൂ. പക്ഷെ ആഗ്രഹമുണ്ടോ മാറ്റം ഉണ്ടാകണമെന്ന്? മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണെങ്കിൽ കോൺഗ്രസ് ആണ് അടുത്തായിട്ട് വരിക. ആരായിരിക്കും വിജയിക്കുക ഇവിടെ? ഞങ്ങളുടെ കണക്കിൽ മമ്മിക്കുട്ടിയാണ്. മമ്മിക്കുട്ടിയാണ് ജയിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലേ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പോകരുത്. പക്ഷെ മമ്മിക്കുട്ടിയുടെ പോലെ ആരും ചെയ്യില്ല. ഇല്ല. ഏതൊരു പാർട്ടി വന്നിട്ടുണ്ടെങ്കിലും ചെയ്യില്ല. പക്ഷെ കുറെ നാളായി LDF-ന്റെ MLA. പക്ഷെ LDF-ന്റെ LDF ചെയ്യുന്ന സഹായങ്ങൾ മറ്റുള്ളവരുണ്ട്. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചു, അവരെന്താ ചെയ്തു? അവര് പാർട്ടിക്ക് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, സമയമാവണ്ടേ? പക്ഷെ ഡിസംബറിൽ സ്ഥാനമായിട്ടതല്ലേ, അല്ലേ? 3 മാസമല്ലേ ആയുള്ളൂ. എന്നാലോ ഞാൻ പറഞ്ഞത് ഈ ഇലക്ഷൻ സമയത്ത് ഓരോ വാഗ്ദാനങ്ങളായിട്ട് വരുന്നു. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് സഹായിക്കുന്നത് LDF ആണ്. അതിൽ യാതൊരു സംശയമില്ല. ചേട്ടൻ എന്ത് പറയുന്നു? അതുകൊണ്ടല്ല, ആൾക്കാരായിട്ടല്ല, ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നു. അങ്ങനെയാണ്. ഇവിടെ വികസനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഭരണമാറ്റം വേണ്ട, ഇതൊരു ഇടത് കോട്ടയാണ്. ഇതാണോ മുൻ സർക്കാരിന്റെ വിലയിരുത്തലാവും ഈ ഇലക്ഷൻ. ഉറപ്പായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇവിടെ ഇടത് കോട്ടയായി ഇവിടെ മാമിക്കുട്ടിയെ പരാജയപ്പെടുത്തും. അത് പരാജയപ്പെടാനും സാധ്യതയുണ്ട്, നിർഭാഗ്യവശാൽ ജയിക്കാനും ചാൻസ് ഉണ്ട്. 50-50. വലിയ കോമ്പറ്റീഷൻ ആണോ നടക്കുന്നത്? ആണ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ആണ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? പോരായ്മയാണ്, പോരാ. നമ്മളെ സംബന്ധിച്ചത്. ആ, ഓക്കെ. ചേച്ചി അറിയാം, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അറിയാന്ന്. ആരാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്? കോൺഗ്രസ് ജയിക്കും. അതെന്താണ്? വികസനം പോരാ ഇവിടെ, MLA പോരാ എന്നാണോ? കോൺഗ്രസ് ജയിക്കണമെന്നാണ് ആഗ്രഹമല്ലേ? ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? മാമിക്കുട്ടി ജയിക്കും. അതങ്ങനെയാണ് ഇവിടെ, മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭരണത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാർ വന്നിട്ടപ്പോ എന്താ ഇവിടെ മറക്കില്ല? ഒന്നും മറക്കില്ല. BJP കൊടുക്കണവർക്കും കൂടി ഇല്ലാണ്ടാക്കവര്, അതാണ്. ആ പെൻഷൻ ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഇപ്പൊ കൊടുക്കുന്നില്ലേ? അതും കൂടി ഇല്ല, അതും കൂടി ഇല്ലാണ്ടാവും അവര് കയറിയ. അതിപ്പോ പറയും കോളേജ് കുട്ടികൾക്ക് 1000 ഉണ്ട്. എന്താ അപ്പൊ BJP-ക്കാര് വന്നാലോ? ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല, അവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ല. അത് നമ്മളെ ആൾക്കാരാ ചെയ്യുമ്പോഴാ വലുതാണ്. അങ്ങനെയുണ്ട്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അതൊക്കെ അങ്ങനെ ചെയ്തവർക്ക്. ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇവിടെ വയനാട് പോയി, അവരൊക്കെ കട്ടില്ല, ആ കാശ് കൂടി കൊടുത്തില്ല. ആരാണ് ഷൊർണൂരിൽ വിജയിക്കുക? ഇവിടെ ഫുള്ള് ഇതൊരു കോട്ടയാണല്ലോ, ഇടത് കോട്ട. ജയിക്കും. മമ്മിക്കുട്ടി ജയിക്കുള്ളൂ. മമ്മിക്കുട്ടി ജയിച്ചാൽ തന്നെയാണ് ഇവിടെ കാര്യമുള്ളൂ. ഷൊർണൂർ നിയോജക മണ്ഡലം ഒരു ഇടത് കോട്ടയാണ്. കഴിഞ്ഞ 3 തവണയായി ഇവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുമാണ്. എന്നാൽ ഇവിടെ ഇത്തവണ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ജനം പറയുന്നത്. ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ്, ഭരണമാറ്റം ആവശ്യമാണ്, വികസനങ്ങൾ കൂടുതൽ വരണമെന്നും ജനം ആഗ്രഹിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വരുന്ന 9-ാം തീയതി ജനം വിധി എഴുതും ഷൊർണൂരിൽ ആര് MLA ആയി തുടരണമെന്ന്. ഷൊർണൂരിൽ നിന്നും ക്യാമറമാൻ അൽ ഹദിനോടൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.